الحمد لله الهدي الجبار والصمد العفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما سلككم في سقر؟ قالوا لم نك من المصلين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കേറെ ഇഷ്ടപ്പെട്ട നമ്മളുടെ ബാപ്പയോ ഉമ്മയോ അവരുടെ മരണസമയത്ത് ഏറ്റവും അവസാനമായി നമ്മളോട് നൽകുന്ന ഒരു ഉപദേശത്തിന്, അതല്ലെങ്കിൽ ഒരു വസിയത്തിന് വളരെ പ്രാധാന്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. മരിക്കുന്ന നേരത്തുകൂടെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ വീണ്ടും വീണ്ടും എന്നോട് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഈ ഇരിക്കുന്ന നമ്മളോട് മുഴുവൻ ലോകത്ത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം വെച്ച, അത്യാഗ്രഹം കാണിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഖുർആന്റെ ഭാഷയാണ്. ഹരീസുൻ അലൈക്കും. അള്ളാഹിന്റെ മുത്തനബിക്ക് അത്യാഗ്രഹമുണ്ട്, ദുനിയാവിനോടല്ല, സമ്പത്തിനോടല്ല, നിങ്ങളോടാണ്. തൻ്റെ ഉമ്മത്തിന് വേണ്ടി മരിക്കുന്ന നേരത്തും കണ്ണീര് പൊഴിച്ചതും ആ ലോകത്തിന്റെ പ്രവാചകനാണ്. അന്ന് ദുഃഖത്തിന്റെ കരിനിഴൽ പടർത്തിയ മദീന ദുഃഖസാന്ദ്രമായ ദിവസത്തിലെ കഠിനമായ വേദന കടിച്ചമർത്തി മരണത്തിന്റെ വേദനയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പടയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ടവരെ മുഴുവനും, അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുണ്ട്, പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അവസാനമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് വല്ല വസിയത്ത് നൽകുമോന്നറിയാൻ പ്രവാചകന്റെ ചുണ്ടിലേക്ക് കാതോർച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിന്റെ മുത്തുനബി വിളിച്ചത് ആയിഷ എന്നല്ല, ഹസനെ ഹുസൈനെ എന്നല്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചൊരു പേരുണ്ട്, ഉമ്മച്ചി. ഉമ്മച്ചി, എന്റെ സമുദായങ്ങളെ, അസ്വലാ അസ്വലാ, നിസ്കാരത്തിന്റെ കാര്യമൊന്ന് ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നിസ്കാരത്തിന്റെ വിഷയം ഏറെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളെ, ഭാര്യമാരെ, അവരോട് ആരുടെയും പേര് വിളിക്കാതെ ഇരിക്കുന്ന നമ്മെപ്പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ അന്ന് വിളിച്ചൊരു പേരായിരുന്നെങ്കിൽ മുത്തുനബി അവസാനമായി നമ്മളോട് തന്ന ഉപദേശത്തോട് എത്ര നീതി പാലിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്.
പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇബാദത്തുകളും ശരീഅത്തിന്റെ നിയമങ്ങളും ഇറക്കുമ്പോൾ നിസ്കാരം എന്ന് പറയുന്ന ഗിഫ്റ്റ് അല്ലാഹു തആല കൊടുത്തത് ഡയറക്ഷൻ. മിഅ്റാജിന്റെ വേളയിൽ അല്ലാഹു ഡയറക്റ്റ് കൊടുത്തതാണ്. അതും 50 വഖ്തായി അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്ന അള്ളാന്റെ ഹബീബിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് വെച്ച് ഒരു സമൂഹത്തിനോട് പ്രബോധനം നടത്തിയ എക്സ്പീരിയൻസിന്റെ പിന്തുണയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, അങ്ങയുടെ ഉമ്മത്തിന് താങ്ങില്ല. കാരണം 50 വക്ത് നിസ്കരിക്കണമെങ്കിൽ ഓരോ 25 മിനിറ്റിലും ബാങ്ക് വേണം, ഇഖാമത്ത് വേണം, വുളു എടുക്കണം, നമസ്കരിക്കണം. പക്ഷെ അതിനെ ചുരുക്കി 5 അള്ളാഹു സമ്മാനമായി കൊടുക്കുമ്പോ 50 വക്തിന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലങ്ങളെ ചുരുക്കിയില്ല, 6 റക്അത്തുകളെ വക്തുകളെ മാത്രമാണ് ചുരുക്കിയത്. അഥവാ 5 നിസ്കരിച്ചാൽ 50ന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകാമെന്നുള്ളതാണ്. അതിന് അത്യധികം ഗൗരവത്തോടുകൂടെ കണ്ടുപോയ സഹാബ, നിങ്ങൾക്കറിയോ, സുബഹി നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തില് സൂറത്ത് യൂസുഫ് ഓതി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് മിഹ്റാബിലെ ഇമാമ് നിൽക്കുന്ന ഇസ്ലാമിന്റെ 2ാമത്തെ ഭരണാധികാരി ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾക്കിടയിലൂടെ തൊണ്ടയിടറിയെന്ന് ഫൈറൂസ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതല മൂർച്ചയുള്ള കടാര 7 തവണ തന്റെ വയറ്റിലൂടെ പ്രഹരിക്കുമ്പോൾ രക്തം വാർന്ന് താഴെ വീണുപോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം വരുമ്പോ കുടൽമാലകളിൽ നിന്ന് വെള്ളം കൊടുത്താലും മുന്തിരിനീര് കൊടുത്താലും പാല് കൊടുത്താലും പുറത്തേക്ക് വരുന്ന അവസ്ഥയില് അതിനെ വരിഞ്ഞു മുറുക്കി കെട്ടി നമസ്കരിക്കുമ്പോഴും സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ ആ നിസ്കാരത്തിനെ പൂർത്തീകരിച്ചത്? ഞങ്ങളിൽ ഒരാളെ കയറി നിന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കിയവന് അള്ളാന്റെ ദീനിൽ ഒരു സ്ഥാനവും ഇല്ലാട്ടോ. മറ്റൊരു റിവായത്തിൽ കാണാം, ലാ ഇസ്ലാമ ലിമൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കിയവൻ മുസ്ലിം പോലുമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ഗൗരവമുള്ള ഒരു ഇബാദത്താണ്. അലസമായി അശ്രദ്ധമായി പിന്നെയാവാം ഏതെങ്കിലും ഒരു വക്തുകളെ സ്കിപ്പാവുന്ന രീതികളിലൂടെ നമസ്കരിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി പ്രണമിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി ആരാധിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവിടുന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറയാണ്, അത് ചെയ്യാത്ത ആളുകളാരാണെന്നറിയോ? ഇല്ലാമാ കാന മിനശ് ശൈത്വാൻ വഅഗ്ബിയാഉ ബനീഹി ആദം, ആദം സന്തതികളിലെ മണ്ടന്മാരാണ്, മനുഷ്യ മക്കളിലെ വിവരദോഷികളാണ്, ശൈത്താന്മാരായ ആളുകളാണ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത ആളുകളെന്നാണ്. ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളും നമ്മൾ ആരും അറിയുന്നില്ല. അവ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, അവ അള്ളാഹ്ക്ക് ആരാധനയിൽ വീഴുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ് അവ സുജൂദ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ സുജൂദ് ചെയ്യാൻ മടിയുള്ളവരാരാണ്? അവർ മനുഷ്യവർഗത്തിലെ വിവരദോഷികളാണ്, അതുപോലെ ശൈത്വാന്മാരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇതൊരു നിസ്സാരമായ വിഷയമെന്ന് ഒരിക്കലും നമ്മൾ കരുതണ്ട. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ ആദ്യമായി അള്ളാഹു ചോദിക്കുന്ന വിഷയം നമ്മളുടെ നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു, ആ ആരാധനയെ സംബന്ധിച്ചിട്ടാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വരുന്ന ഹദീസിലൂടെ കാണാം, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തു, അള്ളാഹു പരലോകത്ത് ആദ്യമായി ചോദിക്കുന്ന ഒരു ഇബാദത്ത് ഉണ്ടെങ്കിൽ അവന്റെ നമസ്കാരമാണ്, അവന്റെ നമസ്കാരമാണ്. ഫൈൻ സ്വലഹത്, ആ നിസ്കാരം നല്ല രൂപത്തിലാണോ, ഫഖദ് അഫ്ലഹ, അവൻ വിജയിച്ചവനാണ്, വഅൻജ, അവൻ രക്ഷപ്പെട്ടവനാണ്. വഇൻ ഫസദത്, ഇനി ആ നമസ്കാരത്തിൽ വീഴ്ചയുള്ളവനാണെങ്കിലോ, ഫഖദ് ഖാബ വഖസിറ, അവൻ പരാജയപ്പെട്ടവനാണ്, അവൻ നഷ്ടക്കാരനാണ് എന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്, 2 നൃത്തമാണ് അള്ളാന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാനുള്ളത്. 2 നൃത്തമാണ്. ആ 2 നൃത്തം, അതിലൊന്ന് ദുനിയാവിലാണ്, മറ്റൊന്ന് പരലോകത്താണ്. ആ ദുനിയാവിലെ നൃത്തം നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിഞ്ഞാൽ പരലോകത്തിന്റെ ഹിസാബിന്റെ വേളയിലെ നൃത്തം
നിങ്ങൾക്ക് വിജയകരമായി കടന്നു പോകാമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയുമ്പോ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മുമ്പിലൂടെ ഓടി വന്ന് നമസ്കരിക്കാൻ ഒരു നിസ്കാരം കഴിയുമ്പോ ഇനിയും എന്റെ റബ്ബിലേക്ക് മടങ്ങണമല്ലോ എന്ന ബോധ്യത്തോടുകൂടെ ഒരു നിസ്കാരം കഴിയുമ്പോ അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്നവരായി മാറുന്നുണ്ടോ നമ്മള്? ഇത് നിസ്സാരമല്ല. അത് ഉപേക്ഷ വരുത്തുന്നുണ്ടോ? അള്ളാന്റെ ഹബീബ് ആവർത്തിച്ചു പറയാണ്, ലാ തത്റുകു സ്വലാത്ത മുതഅമ്മിദാ, മനഃപൂർവ്വം നിങ്ങളുടെ നിസ്കാരത്തിന് ഒഴിവാക്കല്ലേ. മനഃപൂർവ്വമാണ് അള്ളാന്റെ നിസ്കാരത്തെ നിങ്ങൾ ഒഴിവാക്കുന്നതെങ്കിൽ അള്ളാന്റെയും അള്ളാന്റെ റസൂലിന്റെയും ദിമ്മത്ത്, ആ സംരക്ഷണം നിങ്ങൾക്കുണ്ടാവില്ല, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നാണ്. ഒരു നിസ്കാരത്തെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുമ്പോ അള്ളാന്റെ സംരക്ഷണം ഇല്ല. പ്രിയമുള്ളവരെ, ഒരു വിപത്തിലെ, ഒരു ദുരന്തത്തിലെ, ഒരു ആപത്തില് ഹൃദയം നൊന്ത് അല്ലാ എന്ന് വിളിക്കുമ്പോ ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അള്ളാന്റെ സംരക്ഷണം വേണോ? നിങ്ങളുടെ വിളി അള്ളാഹു കേൾക്കണോ? നിങ്ങളുടെ ആ ഇസ്തിആസ, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലെ ആവരാധികരുടെ സഹായ തേട്ടങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകണോ? നിസ്കാരമില്ലാത്ത മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദിമ്മത്തില്ല. നാളെ മഹ്ശറയില് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വിയർത്തൊലിച്ച് നിൽക്കുമ്പോ ശഫാഅത്തുർ റസൂൽ, അള്ളാന്റെ ഹബീബിന്റെ ശഫാഅത്ത് വേണോ? നിസ്കാരമില്ലാത്തവർക്ക് ആ ദിമ്മത്തില്ല, ആ സംരക്ഷണമില്ല എന്നുള്ളതാണ്. അത്ര ഗൗരവമുണ്ട് ആ വിഷയത്തിൽ എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാലം കേട്ടു പരിചയമുള്ള ഒരു പദം ഉണ്ടാവും, നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ്. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനൽ കാഫിരി അസ്വലാ വമൻ തറകഹാ ഫഖദ് കഫർ. നമുക്കും കാഫിറിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം, അതൊഴിവാക്കിയവൻ കാഫിറാണെന്നാണ്. ആ വിഷയത്തെ നമ്മളൊന്ന് പഠിക്കണം. നിസ്കരിക്കാത്തവനൊക്കെ കാഫിറാണോ? ഉലമാക്കൾ പറയാൻ, ഒരു ഇബാദത്ത് ചെയ്തില്ല എന്ന് വെച്ച് അവൻ കാഫിറാവില്ല. പക്ഷേ ആ ഇബാദത്ത് ചെയ്യണ്ട എന്നവൻ പറഞ്ഞാൽ അവൻ അതുകൊണ്ട് കാഫിറാണെന്ന്. നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നോമ്പെടുക്കേണ്ട ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ അതുകൊണ്ട് കാഫിറാണ് എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഉലമാക്കളെയും നമുക്കവിടെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ അവര് പറഞ്ഞൊരു വാക്കുണ്ട്, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ മുത്തുനബിയുടെ സഹാബ ഇജ്മാഅാണ്, സഹാബത്തിനിടയിലെ ഏകോപനമാണ്. ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റ, ഒരു ഇബാദത്ത് പോലും ഒഴിവാക്കുന്നത് കുഫറായിട്ട് അവർ കണ്ടിട്ടില്ല. ഒയ്റസ്വലാ, നിസ്കാരമൊഴികെന്നാണ്. നിസ്കാരം ഒഴിവാക്കുന്നതിന് കുഫറായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ അതിനെ കണ്ടിരുന്നത് എന്നുള്ളത്. ഒന്നുകൂടെ കടുത്ത നിലപാടുകളാണ് ഉലമാഇന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിനെ നോക്കി, കഫറ കുഫ്റൻ മുഖ്റജൻ അനിൽ മില്ല, ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാഫറാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ത്വലാഖ് ചൊല്ലാതെ പോലും ആ നിക്കാഹ് ഫസാദാകുന്ന, ബാത്തിലാകുന്ന അവസ്ഥകൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത്, മകളെ പെണ്ണന്വേഷിക്കും, മകൾക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുന്ന പുരുഷൻ അവൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. അതുപോലെ തന്നെ മകന് വേണ്ടി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടി അവൾ നമസ്കരിക്കാത്തവളാണെങ്കിൽ ആ നിസ്കാരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉലമാഇന്റെ ചർച്ചകൾ എടുക്കുമ്പോ അതിനൊരു അന്തിമ വിധിയായി പറയാനല്ല, പക്ഷെ ഉലമാഇന്റെ അഭിപ്രായം എടുക്കുമ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട എന്ന് വരെ പറഞ്ഞ പണ്ഡിത ലോകത്ത് കാണാം. അവനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലൂടെ മറമാടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിൽ ചർച്ചകൾ നടക്കാണ്. അവന്റെ മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ, എവിടം വരെ എത്തി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനെ മഹാനായ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാ ആധുനിക കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാരുടെ ചർച്ചകളിലേക്ക് അതിനെ കടന്നു വരുമ്പോ, സുബഹിക്ക് താൻ ഉണരില്ല എന്ന് ഉറക്കത്തിൽ ഉണരില്ല എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന്
അതിനെനിക്ക് എണീക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അലാറം വെക്കാതെ കിടന്നുറങ്ങിയാൽ അവന്റെ വിധി വരെ ആ കുഫറിലേക്ക് നിജപ്പെടുത്തേണ്ടി വരുമെന്ന് പറഞ്ഞത് ആധുനിക കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാ അടക്കമുള്ള പണ്ഡിത ലോകമാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ കാണണം. നമ്മൾ വിചാരിക്കണ് ഒരു ദിവസം 5 നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ അതിന് വേണ്ട പ്രാധാന്യങ്ങളെ കൊടുക്കാത്ത ആളുകളുണ്ട്. അള്ളാന്റെ ഹറമിൽ പോലും പ്രവേശിപ്പിക്കപ്പെടേണ്ട ആളുകളല്ല നിസ്കാരം വേണ്ട എന്ന് പറയുന്നവരെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അനന്തര സ്വത്വമായി അവർക്ക് ഓഹരി കൊടുക്കേണ്ടതില്ല എന്ന്, അവരിൽ നിന്നൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പോലും പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ കടുപ്പമുണ്ട് എന്ന വിഷയത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ചർച്ചകൾ അതിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അവിടെന്ന് പറയുന്നുണ്ട്, ബഖദ അജ്മഅൽ ഉലമാ, ഉലമാക്കളുടെ ഏകോപനമായ അഭിപ്രായമാണ് ഒരാൾ നിസ്കാരത്തിന് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്, എതിര് പ്രവർത്തിച്ചവനാണ്. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞത് ഇന്നഹാ കബീറത്തുൻ മിനൽ കബായിർ, മഹാപാപങ്ങളിൽപ്പെട്ട അപരാധമാണ്, മഹാതിന്മയാണെന്നാണ്. അതുകൊണ്ട് അവസാനിച്ചില്ല. എന്നിട്ട് അദ്ദേഹം ഡസൻ കണക്കായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചിട്ട് ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അവിടുന്ന് പറയാണ്, ഒരുത്തം പറയാണ്, ഫഖാല ലാ ഉസല്ലി, കുറെയൊന്നല്ല കേട്ടോ, ഈ വക്ത് ഞാൻ നിസ്കരിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ വഹുവ കാഫിർ, അവൻ കാഫിറാണെന്ന്. ഒരു വക്ത് നിസ്കരിക്കാതിരിക്കാൻ മനഃപൂർവ്വം ഞാൻ നിസ്കരിക്കൂല എന്ന് വാശി പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതൊന്നും ഒരു നിസ്സാര വിഷയമല്ല എന്ന് മാത്രമല്ല, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വീട്ടിലൊരു കല്യാണം വന്നാൽ, വീട്ടിലൊരു സൽക്കാരം വന്നാൽ ആ തിരക്കിനിടയിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ നിസ്കാരങ്ങളെ മാറ്റിവെക്കണവരുണ്ട്. പുതിയ മക്കളോടുകൂടെ പറയാൻ, ജീവിതത്തിലെ അമലു സ്വാലിഹാത്താണ് നിക്കാഹ്. ജീവിതത്തിന്റെ ഘട്ടം തിരിയുന്ന ഒരു രംഗാണ്. അള്ളാഹു ബറക്കത്ത് തരേണ്ടുന്നവൻ അള്ളാഹുവാൻ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാണ്. അവിടെ കൂടിയ മുഴുവൻ ആളുകൾ ദുആ ചെയ്യുമ്പോ അവിടെ അള്ളാന്റെ ഹിമ്മത്ത് വേണോ, അള്ളാന്റെ സംരക്ഷണം നിങ്ങൾക്ക് വേണോ? അന്ന് ളുഹറൂല അസറൂല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇനി അവിടെ കൂടിയ മുഴുവൻ ആളുകളും ബാറക്കല്ലാഹ് എന്ന് പറഞ്ഞാലും, ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും കുടുംബവും സൗന്ദര്യവും ഒക്കെയാണെങ്കിലും ജീവിതത്തിന് ബറക്കത്ത് തരേണ്ടുന്നവൻ അള്ളയാണ്. അള്ളങ്ങ് ഊരിയെടുക്കും. അതുകൊണ്ട് ഒരു വക്ത് പോലും ഒഴിവാക്കാത്തതാകണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചില ഉറക്കത്തിന്റെ ക്ഷീണങ്ങളുടെ പേരിൽ അതിലിങ്ങനെ ആഴ്ന്നു പോയി കിടന്നുറങ്ങുന്ന ആളുകളില്ലേ? റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസാണ്. ചില ആളുകൾ അതിനെ പറഞ്ഞത് ഖബറിൽ നടക്കുന്ന അദാബ് എന്നാണ്. ചില പണ്ഡിതന്മാർ അതിനെ പരലോകത്തിലേക്ക്. പക്ഷെ ഖബറുമായി ബന്ധപ്പെട്ട കിതാബ് എഴുതിയവർ ഈ ഹദീസിനെ തെളിവുദ്ധരിച്ചത് കാണാൻ പറ്റും. തലയിലേക്ക് വലിയ വലിയ പാറകളെ കൊണ്ട് ഏറുകൊള്ളുന്ന, അതോടുകൂടെ തല ഇങ്ങനെ ചതഞ്ഞെറിയുമ്പോ അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ വിഭാഗം ആളുകള്? തലക്കേറുകൊള്ളുന്നുണ്ട്, തല ചതഞ്ഞെറിയുന്നുണ്ട്, വീണ്ടും ആ കല്ലെടുക്കുമ്പോ തല പഴയ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ മലക്കുകൾ പറയുന്നു, നബിയേ, ഫർദ് നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങിയ കിടന്നുറങ്ങിയതായ ആളുകളാണ്. പ്രിയമുള്ളവരെ, തലയണക്കുമേലെ തലവെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങിയവരോട് ആ തലയാണ് റബ്ബ് എറിഞ്ഞു തകർക്കുന്നത്, ആ തലയാണ് എറിഞ്ഞു തകർക്കപ്പെടുന്നത് എന്നാണ്. ഒരു സുബഹി മാത്രമല്ല, ജുമ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീട്ടിലെത്തി അസറിനെ പള്ളി പോവാനൊരു മടിയ കുറച്ചേരം ഒന്ന് കിടന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തലയടക്കമേലെ വെച്ച് സുഖനിദ്രയിലാടുമ്പോ ഈ തല അതിന് പകരം അള്ളാഹു എന്നെന്നുമുള്ള ശാശ്വതമായ ലോകത്ത് എറിഞ്ഞു തകർക്കാനുള്ളതാണ്. അറിയോ നിങ്ങൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മുദ്ദസിർ അല്ലേ, അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ ഓതി വരുമ്പോ അള്ളാഹു സക്കർ എന്ന് പറയുന്ന ഒരു നരകച്ചിനെ പറയുന്നുണ്ട്. എന്നിട്ട് റബ്ബ് തന്നെ ചോദിക്കാൻ, എന്താ ഈ സക്കർ എന്നറിയോ? ലതുബ്ഖി വല തദർ ലവാഹത്തുൽ ലിൽ ബശർ, തരി പോലും ബാക്കി വെക്കാതെ കരിച്ചു കളയാൻ പവറുള്ള മനുഷ്യന്റെ തൊലി. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന അറിയുന്നത് ത്വക്ക് മുഖാന്തരമാണെങ്കിൽ ആ തൊലിയെ 42 മുഴവായി നരകത്തിലൂടെ മാറ്റുമ്പോ ആ ഉരുക്കിക്കളയുന്ന തൊലി
അതിനെ വല്ലാതെ ഒരുക്കുന്ന സക്കർ. എന്നിട്ട് അല്ലാഹു പറയാൻ 19 പാറാവുകാരായ മലക്കുകൾ എന്ന് പറഞ്ഞത് അബൂജഹലിനെ പോലുള്ളവർ പരിഹസിച്ചപ്പോ അതിനെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാരെയാണ് 19 എന്ന് പറഞ്ഞത്. അതിന്റെ പാറാവുകാരായ മലക്കുകളുടെ അവരുടെ കാത് മുതൽ ഷോൾഡറിന്റെ ഇടയിലെ ദൂരം പറഞ്ഞത് പക്ഷികൾക്ക് 700 വർഷം പറക്കാനുള്ള സഞ്ചാര ദൂരമാണ് അതിന്റെ പാറാവുകാരായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ 19 മലക്കുകളുടെ ലീഡർഷിപ്പിൽ ഇത്ര ഭീമാകാരന്മാരായ മലായിക്കത്തുകള് ശിക്ഷ നടപ്പിലാക്കുന്ന സക്കർ എന്ന് പറയുന്ന ആ നരകത്തിനെ പറ്റി അല്ലാഹു പറയാൻ, മാ സലക്കക്കും ഫീ സഖർ, നീ സക്കർ എന്ന് പറയുന്ന നരകത്തിൽ എരിയാനുള്ള കാരണം എന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, അള്ളാന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുമ്പോ അതിനോട് തിരിഞ്ഞു നടന്നിരുന്നവരായിരുന്നു ഞങ്ങളെന്ന് പറയുന്നവർ. അള്ളാന്റെ ഭൂമിയില് അവൻ തന്ന കാല് കൊണ്ട് നടന്ന്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന അന്നം ഭുജിച്ച്, ആ റബ്ബിന്റെ മുമ്പില് ആരോഗ്യത്തിന്റെ ഒരൽപ്പം ഒന്ന് ചെലവഴിക്കാൻ പറഞ്ഞപ്പോ സമയമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നിരുന്നവരെ നരകത്തിൽ വെച്ച് കരയാണ്. ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. സാരാണോ? വെറുതെ തള്ളിക്കളയാനുള്ളതാണോ? പ്രിയമുള്ളവരെ, ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ നിങ്ങളോട്, ജീവിതത്തിൽ ഏറ്റവും വലിയ നൊമ്പരങ്ങൾക്ക് നമുക്ക് എന്ത് നിസ്കരിക്കാന് ഭാരം തോന്നുന്നത് എവിടെയാണ്? ഇൻഹിയൽ കബീറത്തുൻ ഇല്ലാ അലൽ ഖാശഈൻ, ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് അതൊരു ഭാരാണ്. ഹെൽത്ത് ക്ലബ്ബ് പോവാൻ, ജിംനേഷ്യന് പോവാൻ, എത്ര വെയിറ്റും താങ്ങാൻ നമുക്ക് കഴിയും. അതിന്റെ 100-1 ബുദ്ധിമുട്ടില്ലല്ലോ 2 റക്അത്ത് സുബഹി നിസ്കരിക്കാൻ. പക്ഷെ നമുക്കത് ഭാരാണ്. എന്തുകൊണ്ടാണ്? ഉള്ളിൽ ഖുശൂ ഇല്ല. നിസ്കാരം എന്താണെന്നറിയാൻ, ആരുടെ മുമ്പിലാണ് നിൽക്കണമെന്നറിയാൻ, എന്തിനാ ഓടണമെന്നറിയാൻ. ഒരൊറ്റ പോയിന്റ് നമ്മളുടെ ഹൃദയത്തിലൂടെ ഇറങ്ങി വന്നാലേ നമ്മൾ ഓടിയെത്തും നിസ്കാരത്തിന്. 11 ഖുതുബ ആ ഒരൊറ്റ വിഷയത്തിൽ ഇതേ മിമ്പറിൽ നിസ്കാരം എങ്ങനെ ആസ്വദിക്കാമെന്ന് നമ്മൾ നടത്തിയതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയണത്, അതൊന്ന് ഹൃദയത്തിലൂടെ കൊണ്ടുവന്നിട്ട് നോക്കേ, വല്ലാത്ത ഹൃദ്യമായി ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിസ്കാരം മനുഷ്യനെ തടയുന്ന. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് ആ നിസ്കാരം ശരിയാവത്തോണ്ടാണ് അത് ബോധ്യം വരാത്തെ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഒരു തിന്മയിലേക്ക് ഒരാൾ പോകണുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലാഹ് കായത്തെ പഴിച്ചൊന്നുമില്ല, അവരുടെ നിസ്കാരം ആ രൂപത്തിൽ വന്നിട്ടില്ല. അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് നിസ്കരിക്കാനുള്ളൊരു പ്രാപ്തിയിലേക്ക് നമ്മൾ വന്നാൽ, ഉദുവെടുത്ത് അള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അള്ളയ. സൂറത്ത് തൗബയിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞ പോലെ, മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും കുടുംബത്തെക്കാളും സമ്പത്തിനേക്കാളും വീടിനേക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അള്ളയാണ്. പിന്നെ എന്ത് ചിന്തയാ എന്നെ വരാളെ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ. പടച്ചോനെ, നിന്നിലേക്ക് ഞാൻ വന്നിട്ടുള്ളേ, ഈ ആകാശ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടാവേ. എന്നിട്ട് അള്ളാഹിനോട് കാവല് ചോദിച്ച് ഫാത്തിഹയുടെ തൗഹീദിലൂടെ കടന്നു വന്ന നേർമാർഗത്തിലൂടെ എന്നെ നയിക്കണേ എന്ന് അള്ളാഹിനോട് പറഞ്ഞ്, നിങ്ങളതൊക്കെ റുക്കോയിൽ അള്ളാഹിനെ വാഴ്ത്തി, ഏത്യദാലിലൂടെ അള്ളാഹിനെ പ്രകീർത്തിച്ച്, മനുഷ്യൻ അഭിമാനത്തോടുകൂടെ കാണുന്ന ശിരസിനെ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചു വെച്ച് അവനെ പ്രകീർത്തിച്ച് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് 7 കാര്യം അള്ളാഹിനോട് മിനിമം നമ്മൾ ചോദിക്കുന്നുണ്ട്. റബ്ബി ഔഫർലി, നമ്മളൊക്കെ ഭാഷയിൽ അതിനർത്ഥം പറയും, എനിക്ക് പൊറുച്ചു തരണേന്ന്. നിസ്കാരം തളർവാൻ, എനിക്കൊന്ന് പൊറുച്ചു തരോ അല്ലാഹ്, എനിക്കൊന്ന് പൊറുച്ചു തരോ റബ്ബേ. ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്, അറിയില്ല. നിനക്ക് എന്തൊക്കെ ചെയ്തു തരാൻ കഴിഞ്ഞു എന്നറിയില്ല. ജീവിതത്തിൽ വന്ന അപാകതകളെ പൊറുച്ചു തരോ അല്ലാഹ്, എന്നോടൊന്ന് കരുണ തരോ. നിന്റെ കാരുണ്യമില്ലെങ്കിലേ, മുത്തനബി പോലും പറഞ്ഞില്ലേ, ഈ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടൂല ഇല്ല അയ്യഅമ്മദിനി അല്ലാഹു റബ്ബി ബിറഹ്മതി. കറിയോ, പടക്കപ്പെട്ട അന്ന് മുതലേ പുനരുദ്ധാരണത്തിന്റെ സമയം വരെ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്. അവരെ അന്ന് മഹ്ശറിൽ എണീച്ചിട്ട് അവര് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹ് നിന്റെ മജിദിന് മഹത്വത്തിന് പകരമായി സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ കാരുണ്യമില്ലാതെ ഒരു ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടില്ല. വർഹംനി, അള്ളാഹു എന്തൊക്കെ ന്യൂനത വന്നു എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് അപാകതകൾ ഉണ്ടെങ്കിൽ വജബുർനി,
ഒക്കെ പരിഹരിച്ച് തരണേ. എനിക്ക് ഉയർച്ച തരേണ്ടുന്നവൻ നീയാണ്. അതുകൊണ്ട് വർഫഅനി, എന്റെ ഓക്സിജൻ ഉൾപ്പെടെയുള്ള മുഴുവൻ റിസ്ക്കും നിന്റെ കയ്യിലാണ്, അതുകൊണ്ട് അത് തരണേ. അങ്ങനെ ഏറ്റേറ്റു പറഞ്ഞ് വീണ്ടും സൂറത്തുകളിലൂടെ കടന്നുപോയി റുക്കും അവസാനത്തെ അത്തഹിയ്യാത്തിലെ ഒരു പ്രതിശിക്ഷ ഏറ്റു പറഞ്ഞു വാങ്ങുന്ന പോലെ കാലുമടക്കിയിരുന്ന അല്ലാഹുവിനോട് അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് ചെയ്തതും മറച്ചു വെച്ചതും എല്ലാം അള്ളാഹുവിനോട് ഇങ്ങനെ ഏറ്റേറ്റു പറഞ്ഞ് പരലോകത്തിന്റെ ഖബറിന്റെ ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്നൊക്കെ അള്ളാഹിനോട് അവർ ചോദിച്ച് ആ ശുദ്ധ ഹൃദയത്തോടെ ഇറങ്ങണ ഒരു മനുഷ്യൻ എങ്ങനെയാ പെട്ടെന്നൊരു തിന്മയിച്ചാണ് ആ നിസ്കാരം അതിന്റെ അർത്ഥത്തിലെ നമ്മളിലൂടെ കടന്നു വന്നാൽ അൽഹംദുലില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ തീക്കനൽ പോലെ പൊള്ളുന്ന മനസ്സിലെ തണുത്ത വെള്ളം കോരി ഒലിക്കുന്ന പോലെ റാഹച്ചാൻ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാന്റെ ആയത്തുകളാണ്, ഹൃദയങ്ങൾക്ക് ദിക്റാണ് സമാധാനം നൽകാൻ. വിശുദ്ധ ഖുർആൻ ദിക്റാൻ. അതോടൊപ്പം ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, വഅഖിമിസ് സ്വലാത ലിദിക്രി. നിസ്കാരം ഒരു ദിക്റാണ്. അത് ഏറ്റവും വലിയ സമാധാനം നമുക്ക് വേണ്ടി നൽകുക. അതുകൊണ്ടാണ് മുത്ത് റസൂൽ വിഷമം വരുമ്പോൾ നിസ്കരിക്കുന്നത്. ബിലാലിനോട്, ബിലാലെ ഒന്ന് ഇഖാമത്ത് കൊടുത്തേ, ഒന്ന് ബാങ്ക് കൊടുത്തേന്നല്ല, അരിഹ്ന ബിഹാ യാ ബിലാൽ, അരിഹ്ന ബിഹാ യാ ബിലാൽ. ബിലാലെ നിസ്കാരം കൊണ്ടൊന്ന് ആശ്വാസം കൊണ്ടാ, നിസ്കാരം കൊണ്ടൊന്ന് ആശ്വാസം കൊണ്ടാ അള്ളാന്റെ മുത്ത് റസൂൽ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലക്ക് നമസ്കാരത്തെ സമീപിക്കാൻ നമ്മൾ തയ്യാറാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മരണം വരെ അവനെ താഅത്തോടുകൂടെ അനുസരിച്ച ഇബാദത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. صلي وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ നിസ്കാരം ഏറെ ആസ്വദിക്കാനുള്ളതാണ്, അള്ളാഹിനോട് പറയാനുള്ളതാണ്. നിങ്ങൾക്കറിയോ, ഒരൊറ്റ മന്ത്രമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നമ്മളുടെ ആരുടെ മുന്നിലാണ് നമ്മൾ നിസ്കരിക്കാൻ പോകണം? ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബ കഴിഞ്ഞ് ജുമഅക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പേടിക്ക് സാധാരണ പറയുന്ന വാക്ക് അറബിയിൽ ഖൗഫാണ്, ഭയം. പക്ഷെ നിസ്കാരത്തിൽ വേണ്ടത് ഹൈബത്താണ്. ഹൈബത്ത് എന്ന വാക്കെന്തെന്നറിയോ? വലിയൊരാളോട് നമുക്ക് തോന്നണ ഒരു ഭയം കലർന്നൊരു ബഹുമാനമുണ്ട്, പേടിക്കലല്ല. നമുക്ക് ഒരു ഈ നാടിന്റെ മുഴുവൻ ഓണർ, ഉടമസ്ഥൻ ഒരാളാണെങ്കിൽ അയാളോട് നമുക്ക് നല്ല ഒരു ബഹുമാനം ഉണ്ടാവില്ലേ? അയാൾ വലിയ ആളല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഭൂമി ഒന്നുമല്ല, 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളും സൂര്യന്റെ ഉള്ളിൽ നിന്നാണ്. ആ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയിലെ ക്ഷീരപഥത്തിൽ ഒരു പുട്ടുപോലെ കാണുന്ന ഒന്നാണ്. അതിനേക്കാൾ 900 കിലോമീറ്റർ വേഗതയിൽ 1100 വർഷം സഞ്ചരിക്കണം മനുഷ്യൻ കണ്ടെത്തിയതിലെ ഏറ്റവും വലിയ സ്റ്റാർ. കണ്ടെത്താത്തതാണ് കൂടുതൽ. ശതകോടി നക്ഷത്രങ്ങൾ ഒരു ഗാലക്സിയാണെങ്കിൽ അങ്ങനെ എത്രങ്ങാനും ഗാലക്സികൾ അതെവിടെയാണ്? സമാ ഇദ്ദുനിയ, ഒന്നാം ആകാശത്തിലാണ്. അവിടെ മനുഷ്യന്റെ പഠനം മുഴുവനായിട്ടില്ല. ആ ഒന്നാം ആകാശത്തിനും വലുതാണ് 2, അതിനേക്കാളും വലുതാണ് 3, അതിനേക്കാളും വലുതാണ് 4. അങ്ങനെ ഏറ്റവും വലിയ 7-ാം ആകാശത്തിന് മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ്, ആയസമാനനായ റബ്ബ്, ഈ ഇന്ത്യയിലെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിന്റെ സാധാരണക്കാരായ നമ്മളോട് പറയാ, 5 നേരം എന്നോട് വന്ന് സംസാരിച്ചോ, ഞാൻ കേട്ടോളാം, ഞാൻ ഉത്തരം നൽകിക്കോളാം. ഈ ചങ്ങരംകുളത്തിന്റെ തഖ്വാ പള്ളിയില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹുവോട് പറയുമ്പോ അല്ലാഹുറക്കെ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഹമീദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. ഓരോ വാക്കിനും മറുപടി പറയാൻ കഴിവുള്ള വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എന്തിനും കഴിവുള്ളവനാണ്. അത്ര വലിയ അല്ലാഹുവിന്റെ മുമ്പിലാണ് നമ്മളിങ്ങനെ വന്ന് നിൽക്കണേ, ഈ സാധാരണക്കാരായ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മോശപ്പെട്ട വസ്ത്രം എടുക്കോ? നല്ല ഡ്രസ് ഇടും. അള്ളാഹിനോട് സംസാരിക്കാൻ പോവാൻ ഏത് വേദന ഉണ്ടെങ്കിലും ഇനി എനിക്ക് അടുത്ത നേരം ഓടണം. അതാണ്
നിസ്കാരം കഴിയുമ്പോ ഇനി അള്ളാഹിനോട് സംസാരിക്കാൻ എനിക്കോടി വരണം. അങ്ങനെ വന്ന് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം ഇങ്ങനെ ആസ്വദിച്ച് യുദ്ധത്തിലെ ഒരു സ്ത്രീ ആ യുദ്ധത്തിനിടയിൽ കടന്നു വന്ന് അവരുടെ ശരീരത്തിന് ഏറ്റുമുറിവിന് പ്രതികാരം ചെയ്യാൻ അവരുടെ ഭർത്താവ് യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സഹാബത്തിനെ ഫോളോ ചെയ്യുമ്പോ രാത്രിയിൽ വിശ്രമിക്കുന്ന ടെന്റ് കെട്ടി വിശ്രമിക്കുന്ന സഹാബത്തിനെ കണ്ണ് നെട്ടിയാൽ ഒളിച്ചിരിക്കുമ്പോ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കാൻ, ബാക്കിയുള്ളവരൊക്കെ ഉറക്കത്തില്ല. ഈ കാവൽ നിൽക്കുന്ന രണ്ടുപേരും തീരുമാനിച്ചത് ഒരാൾ ഉറങ്ങി ഒരാൾ കാവൽ മാറി മാറി നിൽക്കാൻ. എന്നാൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു കിടന്നു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുമ്പോ വെറുതെ നിൽക്കല്ലേ എന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ നിസ്കരിച്ചപ്പോ ഒരമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന് തറച്ചു, പൊട്ടിച്ചു കളഞ്ഞു. രണ്ടാമത്തെ അമ്പ് തറച്ചു, അതും പറിച്ചു. മൂന്നാമത്തെ അമ്പ്, കൂർത്ത അമ്പ്, പുറകോട്ട് വലിക്കുമ്പോൾ മാംസം വരെ കൊളിച്ച് വലിക്കുന്ന രൂപത്തിലെ അമ്പ് പറിച്ചു കളഞ്ഞ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു കണ്ണ് പിടിച്ചു നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് നിസ്കരിച്ചിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനോട് അലാമ അംബഹ്തനി, ഒന്നും ഉണർച്ചാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കുന്തു ഫീ സൂറ, ഞാൻ നിസ്കാരത്തിൽ ഒരു സൂറത്തിലായിരുന്നു. വലാ ഉഹിബ്ബു അൻ അഖ്തഅഹ, അതിനെ മുറിച്ചു കളയാൻ എനിക്കിഷ്ടം തോന്നിയില്ല. എൻ്റെ അള്ളാഹിനോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോ അതിനിടയിൽ ആ അഭിമുഖ സംഭാഷണത്തെ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ആ നിസ്കാരത്തിൽ ഇങ്ങനെ തുടർന്നു പോയി എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് സഹാബത്തിന് മാത്രം പറ്റണതല്ല. എങ്കിൽ ഇസ്ലാം അപര്യാപ്തമാണെന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും പറ്റും. പക്ഷെ ആ നിലയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. അതൊരു ദിവസം കൊണ്ട് കഴിയണതല്ല, നിരന്തരമായ പ്രാക്ടീസിലൂടെ. അതുകൊണ്ടാണ് ശുദ്ധി വേണം, വൃത്തി വേണം, എഴുത്തും സ്റ്റിക്കറൊന്നും വേണ്ട എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഏകാന്തതയും മനസ്സും ആയത്തുകളും ആരുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന ബോധ്യവും ആ രൂപത്തിലൂടെ ഇൻഷാ അല്ലാഹ് അതിനെ നിറവേറ്റാൻ ഒരൊറ്റ വക്ത് പോലും വിട്ടുകളയുന്ന, ഒഴിവാക്കി കളയുന്ന നഷ്ടക്കാരായിട്ട് നമ്മൾ ഒരിക്കലും മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ സമ്മാനം ഒരു തോട്ടത്തിൽ നിൽക്കുന്ന പോലെ അവിടുത്തെ ഞങ്ങളുടെ കണ്ണുനീരുകള് അവിടുത്തെ ഞങ്ങളുടെ കണ്ണുനീരുകളാണ് എന്ന് പറഞ്ഞ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ സുന്ദരമായ രൂപത്തിലൂടെ സംസ്കാരത്തെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മിമ്പറിൽ വെച്ച് തന്നെ നിങ്ങളോട് ഉണർത്തിക്കാനുള്ള ഒരു കാര്യം, സാധാരണ നമ്മുടെ പള്ളിയിലെ മിക്ക ആഴ്ചകളിലും കളക്ഷനുകൾ ഉണ്ടാവാറുണ്ട്. പെരിന്തൽമണ്ണക്കടുത്തുള്ള എടത്തനാട്ടുകര കാര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതിനേക്കാളും ഒരു 3 ഇരട്ടി സലഫികളായ ആളുകളൊക്കെ ഉള്ള മഹല്ല് പ്രദേശങ്ങളാണ് കാര എന്ന് പറയുന്നത്. അവിടെ നമ്മളൊക്കെ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന ഒരു കോഴി ഫാമിനെ, നിർത്തിപ്പോയ ഫാമിനെ ടെൻഡായി കെട്ടി അതിനുള്ളിൽ 2000 ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലൊക്കെ ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്ന അവിടെ ഇൻഷാ അല്ലാഹ് ഒരു പെർമനന്റ് സൗകര്യത്തിലേക്ക് ആ സ്വത്ത് ഓഹരി വെക്കപ്പെട്ട് അടുത്ത ജൂണോടുകൂടെ അതിനെ മാറ്റിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ വരാൻ പോകുന്ന, അവർ ഭൂമിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു 70 കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ, ഹാഫിളീങ്ങളായ ഒരുപാട് മക്കളുണ്ട് അവിടെ. അവർക്ക് മുറാജ നടത്താൻ ഒരു മജ്ലിസും പ്രീ ഇസ്ലാമിക് സ്കൂളിനുള്ള സൗകര്യങ്ങളും. നമ്മൾ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു അസർ നാളെ നമ്മളുടെ ഖബറിലേക്ക് വരാൻ, ഒരു കാലടിപ്പാടിനെ ബാക്കി വെക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കൊണ്ട് ആവർത്തിച്ച് പറയാൻ. പള്ളിയിൽ പറഞ്ഞു പോകുമ്പോൾ അവിടെ ഒരാളത് പിരിക്കാൻ നിൽക്കുന്നുണ്ടല്ലേ, ബക്കറ്റ് നിൽക്കുന്നു, ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കാൻ, അങ്ങനത്തെ ഒരു ചിന്താഗതിയും നിങ്ങൾക്കില്ലേ. കൊടുക്കാതെ നിങ്ങൾക്ക് പോവാം. മനസ്സിലെ നിയ്യത്തിനാണുള്ള പ്രതിഫലം നൽകുക. അത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമേ നമ്മൾ നൽകാവൂ. ആൾക്കാരെന്താ വിചാരിക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നൽകാൻ കഴിയുന്നവരെ ഹദിയ ചെയ്യുക. പിന്നീടാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അതവിടെ ബന്ധപ്പെട്ടവരെ നിങ്ങൾ അറിയിച്ചാൽ അൽഹംദുലില്ലാ, കഴിവിന്റെ പരമാവധി അടുത്ത ജൂണാവുമ്പോഴേക്ക് അതിലൊരു ബിൽഡിംഗ് വരാവുന്ന രൂപത്തിൽ നിങ്ങൾ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളുടെ സഹോദരൻ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാവുകയാണ്. അല്ലാഹുവേ, ശിഫ ആജിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മറ്റു പല സീരിയസ് സർജറികളും കഴിഞ്ഞ്
നാളെ ടെസ്റ്റിന് പോകുന്ന ആളുകളുണ്ട്. ഈ സമയത്ത് പോലും ഹോസ്പിറ്റലിന്റെ ICUവിൽ വെന്റിലേറ്ററിലൂടെ കഴിഞ്ഞ് ഇവിടെ ജുമഅക്ക് വന്നിരുന്ന സഹോദരങ്ങൾ, 3 ആഴ്ച മുമ്പ് വരെ പള്ളിയിലുള്ളവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.